Hi guys, welcome back to our YouTube channel. So ഇന്ന് നമ്മളുടെ ഡേ 1 ആണ് ഫ്രം ഹൈദരാബാദ്. ഹലോ ഗൈസ്, നമ്മൾ ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. കോണ്ടാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇന്ന് ഞായറാഴ്ച കൊണ്ട് ഒരു ഹോട്ടലും ഇല്ല ഗൈസ്. അപ്പം നടന്ന് 2 കിലോമീറ്ററൊക്കെ നടന്നാണ് ഏതോ ഒരു ഹോട്ടൽ, പേരൊന്നും അറിയില്ല, പക്ഷെ ഫുഡൊക്കെ അടിപൊളി. പനീർ ടിക്കി അല്ലേ, പിന്നെ റൊട്ടി, പക്ഷെ ഫുഡ് അടിപൊളി. മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അറിഞ്ഞൂടാത്ത സ്ഥലം അറിയാം, ബട്ട് സ്റ്റിൽ പുതിയ സ്ഥലം എല്ലാം ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഇവിടുത്തെ ലാംഗ്വേജ് ഒരു പ്രശ്നമാണ് ഗൈസ്. ഹിന്ദിയല്ല, ഒന്നുമല്ല, മനസ്സിലാവുന്നില്ല. തെലുങ്കുമാണ്. സോ ഹിന്ദി അറിയാവുന്നവരും വളരെ കുറവാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവരും കുറവാണ്. ആംഗ്യം കാണിച്ചിട്ടാണ്, ആംഗ്യ ഭാഷ കാണിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. യെസ്. നമ്മൾ കോണ്ടാപൂരിൽ നിന്ന് സിക്കന്ദർബർഗിലേക്ക് പോവുകയാണ്. സോ നമ്മളുടെ ബൈക്ക് ബുള്ളറ്റ് അവിടെ വന്നു. സോ ഞങ്ങളവിടെ ട്രെയിനിലാണ് കയറ്റി വിട്ടത്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് എത്തിയെന്നും പറഞ്ഞു. സോ നമ്മൾ ഇവിടെ നിന്ന് നേരെ മെട്രോയിലാണ് പോകുന്നത്. സോ നമ്മൾ ഓട്ടോ എടുത്തിട്ട് മെട്രോ സ്റ്റേഷനിലേക്ക് പോവുക. കുക്കട്പള്ളിയുടെ അടുത്ത് തന്നെയുള്ള ഹൈടെക് സിറ്റിയിലെ മെട്രോ സ്റ്റേഷനിലേക്കാണ് ഈ പോകുന്നത്. ടിക്കറ്റ് ആക്ച്വലി ഓൺലൈനായിട്ടും എടുക്കാം, പിന്നെ ഡയറക്റ്റായിട്ടും എടുക്കാം. ബട്ട് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ടിക്കറ്റ് ഐ മീൻ പെർ പേഴ്സൺ 40 ആയിരുന്നു, 40 റുപ്പീസ്. കാണിച്ചോട്. ഞാൻ ആദ്യമായിട്ട് മെട്രോയിൽ കയറാൻ പോകുന്നു. ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇതുപോലെ കോയിൻസ് വരും. ഇത് യൂസ് ചെയ്ത് വേണം കയറാനായാലും ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഇറങ്ങാനായാലും. സോ ഇത് മിസ്സായി പോയാൽ പണി കിട്ടും. സോ ഹൈടെക് സിറ്റിയിൽ നിന്ന് സിക്കന്ദർബാദ് ഒരു 20 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ നല്ല ട്രാഫിക് കേട്ടോ ഇവിടെ. സോ അതൊക്കെ കൊണ്ട് ബെസ്റ്റ് ഓപ്ഷനായി മെട്രോ. സോ നമ്മൾ ഇങ്ങനെ ക്യാമറയും പൊക്കി പിടിച്ച് നടക്കണ കണ്ടിട്ട് അവിടുത്തെ ഒരു ചേട്ടൻ നമ്മുടെ അടുത്ത് വന്നിട്ട് വലിയ യൂട്യൂബേഴ്സാണ് എന്ന് ചോദിച്ചു. എന്നിട്ട് നമ്മൾ അതേന്നും പറഞ്ഞിട്ട് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോൺ വാങ്ങി ഞാൻ ചെയ്തു കൊടുത്തില്ല. അപ്പോൾ എന്താ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മെട്രോയിൽ വുമൻസിന് പ്രത്യേക ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഇരിക്കണ കണ്ട ഹാന അങ്ങനെ സൂചിച്ചിരിക്കുക. സിക്കന്ദർബാദ് എത്തി. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ കോയിൻ ആ ഒരു ഇതിലൂടെ ഡ്രോപ്പ് ചെയ്യണം, എന്നാലേ നമുക്ക് ഇറങ്ങാൻ കഴിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ സിക്കന്ദർബാദ് റെയിൽവേയിലെത്തി. ഞങ്ങൾ ഇനി ഇപ്പോൾ ഞങ്ങളുടെ സാധനങ്ങൾ എടുക്കണം. ഇവിടുത്തെ കാലാവസ്ഥയിൽ വന്നതിൻ്റെ അന്ന് ഇപ്പോൾ വന്നിട്ട് തന്നെ 24 മണിക്കൂറായില്ല. അതിനകത്ത് തന്നെ ഞങ്ങൾ കറുത്ത് തുടങ്ങി. മൊത്തം ചുവന്ന് വരുന്നു.
ചുമന്ന് കറുത്തു. പിന്നെ ഒരു കാര്യം പറയാനും കൂടിയുണ്ട്. ആർക്കെങ്കിലും ഇങ്ങനെ ബൈക്കോ ഡൊമസ്റ്റിക് ആയിട്ട് കയറ്റി വിടാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കിപ്പം റെയിൽവേ സ്റ്റേഷനിൽ നല്ല റീസണബിൾ പ്രൈസിന് കയറ്റി വിടാം. അപ്പോൾ അതിന് വേണ്ടിയത് ജസ്റ്റ് RC ഒറിജിനൽ, പിന്നെ ആരാണോ കയറ്റി വിടുന്നത് അവരുടെ ആധാർ കാർഡോ മറ്റ് ഡീറ്റെയിൽസ്, പിന്നെ വേണ്ടത് വണ്ടിയുടെ ഇൻഷുറൻസ്, ഇത് മാത്രം മതി. എനിക്ക് ട്രിവാൻഡ്രം ടു ഹൈദരാബാദ് എമൗണ്ട് ആയത് വെറും 3000-നകത്താണ്. കറണ്ട്ലി പറയുകയാണെങ്കിൽ പാക്കിംഗ് ചാർജ് വന്ന് 500, ഇങ്ങനെ കയറ്റി അയക്കുന്നതിന് 2400 സംതിങ്ങേ ആയുള്ളൂ. അപ്പം ആർക്കെങ്കിലും കയറ്റി വിടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ ട്രിവാൻഡ്രത്തെ മറ്റേ മെയിൻ സ്റ്റേഷൻ തമ്പാനൂർ അവിടെ കൊണ്ട് കൊടുത്താൽ മതി. എല്ലാം അവർ ചെയ്തോളും, അവിടുത്തെ യൂണിയൻകാരെല്ലാം ചെയ്തോളും. ഓക്കെ, നടന്ന് തളർന്ന് ഞങ്ങളുടെ വണ്ടി വന്ന ട്രെയിനാണ്. സോ അവിടെ പോയി നമ്മൾ കളക്ട് ചെയ്യണം. നമുക്ക് അവിടെ നിന്ന് തന്നെ റെസിപ്റ്റ് വേണം, എന്നാലേ കളക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. അവിടെ നിന്ന് അയച്ചവർ എന്നെ പിക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് ഈ റെസീറ്റ് മതി, അവിടെ നിന്ന് തന്ന റെസീറ്റ് കറക്റ്റ് ഒറിജിനല് ഇവിടെ കൊണ്ട് കൊടുക്കണം, അതാണ് വേണ്ടത്. പിന്നെ ഇവിടെ കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ആധാറും കാണിക്കണം നമ്മുടെ. ഹൈദരാബാദിൽ നമ്മളെ പടക്കുതിര എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇവിടുത്തെ കൗണ്ടറിൽ വന്നിട്ട് ഇതുപോലെ ആധാർ നമ്പറും പേരും എഴുതി കൊടുത്താൽ മതി. ഒരു ഒറിജിനൽ ആധാറും വയ്ക്കണം കേട്ടോ, പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ. മെയിനായിട്ട് ഈ ബില്ല് കൈ വെച്ചിരിക്കണം, ട്രിവാൻഡ്രത്തിൽ നിന്ന് കിട്ടിയ ബില്ല്. കഴിഞ്ഞു. ഇവിടെ പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ നമ്മളൊരു സ്നാമ്പുറത്തൊരു 200 രൂപ കൊടുത്തു ഒരാൾക്കെന്ന് വെച്ചാൽ ഇത് ഇനി അൺപാക്ക് ചെയ്യണോ, ഒരു ഇഷ്ടത്തോടെ കൊടുത്തത്. ലേബർ ചാർജ് എന്നും പറഞ്ഞ് കൊടുത്തു. സോ നമ്മൾ അവർ തരുന്നൊരു ബുക്കിൽ നമ്മളെ പേരും വണ്ടിയുടെ നമ്പറും ഡീറ്റെയിൽസ്, ആധാർ കാർഡ്, ഫോൺ നമ്പർ, ആ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി കൊടുക്കണം. ബിക്കോസ് നമ്മൾ കളക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ എവിഡൻസ് ആണ്. സോ നമ്മൾ ഫസ്റ്റ് വാങ്ങിയ സാധനം ഇതാണ്, മൊബൈൽ ഹോൾഡർ. കാരണം എവിടെ പോണെങ്കിലും നമുക്ക് മാപ്പില്ലാതെ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ ഈ ചൂടത്ത് നാരങ്ങ വെള്ളം കുടിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. സോ ഇതോടുകൂടി ഞങ്ങളെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.